2017 അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന ഇന്ദുഗോപന്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അടിച്ചേറുന്നത്. കഥ വായിച്ച് വിളിച്ചവരുടെ കൂട്ടത്തിൽ തിരക്കഥാകൃത്ത് സച്ചിയും ഉണ്ടായിരുന്നു. കഥ സിനിമയാക്കാൻ നൽകുമോ എന്ന് സച്ചി ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദു അത് മറ്റൊരാളുമായി കമ്മിറ്റഡ് ആക്കിയിരുന്നു. പക്ഷേ സച്ചി പരിഭവിച്ചില്ല. കഥയെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പിന്നീട് സച്ചി വിളിക്കുന്നത് വിലായത്ത് ബുദ്ധ എന്ന പുതിയ കഥ താനൊരു പ്രൊജക്റ്റാക്കി മാറ്റുകയാണെന്ന് ആധികാരികമായി പറയാൻ വേണ്ടിയാണ്. ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് നിർത്തിവെച്ച് വിലായത്ത് ബുദ്ധ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും എന്നും പറഞ്ഞു. ഒരു പ്രൊജക്റ്റ് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ചലച്ചിത്രകാരന്റെ സമയമാണ് അദ്ദേഹത്തിന്റെ വലിപ്പം തീരുമാനിക്കുന്നത്. ബുദ്ധ സച്ചി ഒരു പ്രൊജക്റ്റാക്കി മാറ്റിയത് വളരെ കുറഞ്ഞ സമയം കൊണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഒരു അദൃശ്യ സിംഹാസനം ഉണ്ടെങ്കിൽ അയ്യപ്പനും കോശിയും ഇറങ്ങി സച്ചി മരിക്കുന്നത് വരെയും അത് സച്ചിക്ക് സ്വന്തമായിരുന്നു. കോടിയോ അതിലേറെയോ പറയുന്ന പണം സച്ചിയുടെ സംവിധാനത്തിന് മാത്രം മേശപ്പുറത്ത് വയ്ക്കാൻ നിർമ്മാതാക്കൾ കാത്തിരുന്നു. ലോക്ക്ഡൗൺ കാലം. സച്ചി അവസാനമായി ഇന്റർവ്യൂ നൽകിയത് കൗമുദിയിലെ മനോജ് വിജയരാജനാണ്. വിലായത്ത് ബുദ്ധ സിനിമയാക്കുന്നുണ്ട്, തിരക്കഥാ ജോലികൾ ഉടനെ ആരംഭിക്കും, ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇന്ദുവിനെ കാണും, സിനിമയുണ്ടാകും. പക്ഷെ സച്ചി അതിന് കാത്തു നിന്നില്ല. അപ്പോഴേക്കും കാലം സച്ചിയെയും കൊണ്ട് കടന്നുപോയി.